ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അച്ഛനും അമ്മയും റെയിൻകോട്ട് ഇട്ടിട്ട് എവിടേക്കാണ് പോകണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തേക്ക് പോവാണ്. കാര്യം പറയണേക്കാൾ മുമ്പ് എല്ലായിടത്തും ഭയങ്കര മഴയാണ്. നമ്മളിവിടെ നല്ലോണം മഴയുണ്ട്. പക്ഷെ ഇവിടെ മഴ പെയ്താലും ഇങ്ങനെ നമ്മൾ എൻ്റെ സ്വന്തം വീടല്ല, നമ്മുടെ വീട് പണിക്കാട്ടി വീട്ടിൽ വെള്ളം നിൽക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ റിസ്ക് ഉള്ള ഒരുപാട് ഏരിയകളുണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴക്കാലത്തുള്ള ദുരന്തങ്ങളൊക്കെ എന്താ പറയുക, ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. അപ്പോൾ എല്ലാവരും മുൻകരുതൽ വെച്ചെടുക്കുക കേട്ടോ, ഇരിക്കുക. അപ്പോൾ നമ്മളിതേ അമ്മയുടെ പിറന്നാളാണെന്ന്, അതാണ് വിശേഷം. ശ്രീദേവിയുടെ പിറന്നാളാണ്. അമ്മ അതേ കുടുംബക്ഷേത്രത്തേക്ക് പോവാണ്. അപ്പോൾ അമ്മ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും ഏട്ടനും കൂടെ ടെക്സ്റ്റൈൽസിലേക്ക് പോവാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ച് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരിക്കും അമ്മയുടെ പ്രാവശ്യം നടക്കാൻ പോണത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് കുറച്ച് പേഴ്സണൽ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട്, ഫാമിലി പരമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആഘോഷിക്കണ്ടെന്ന് വിചാരിച്ചു, ചെറുതായിട്ട് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 12 മണി സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നേരത്ത് എന്താ പറയുക, ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലൊന്നും വെച്ചില്ല. അമ്മായിരോടേക്കാണ് നേരെ പോകുന്നുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിലേക്കല്ലേ വരിക, അമ്മായിയുടെ അടുത്തേക്കാണ് പോവുക. അപ്പോൾ ഞങ്ങളും ഭക്ഷണം വെച്ചില്ല. കീത്തും നെഗിലാണെങ്കിൽ കീത്തുൻ്റെ അവിടേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ നമ്മുടെ കേട്ടൗണിൽ കയറിയിട്ട്, കൊടുങ്ങല്ലൂർ കേട്ടൗണിൽ കയറിയിട്ട് ഷവായ് മന്തി കഴിക്കുകയാണ് ഗൈസ്. സൺഡേ ആണ്, കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്, അമ്മയുടെ പിറന്നാൾ ആഘോഷിച്ചത്. ശനിയാഴ്ചയായിരുന്നു നമ്മുടെ ഇവിടെ നാളാണ് നോക്കാട്ടോ, നാളെ വരുന്നത് ശനിയാഴ്ചയായിരുന്നു ശരിക്കും പിറന്നാൾ. പക്ഷെ ഞായറാഴ്ചയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് കേട്ടോ. അങ്ങനെ വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. ഫുഡ് എനിക്ക് സാധാരണ ഇവിടുത്തെ മന്തി കഴിച്ചാൽ മട്ടിക്കാറില്ല. അതായത് വയറ് നിറഞ്ഞ് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകും. അങ്ങനെ അല്ലാണ്ട് അയ്യോ അങ്ങനെ ഒരു മത്ത് പിടിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഇന്ന് മത്ത് പിടിച്ചു. യെസ് വണ്ടി ചടപട. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കരമായിട്ട് മത്ത് പിടിച്ചു. അയ്യോ, പാറു എങ്ങനെയുണ്ട്? പാറു കഴിച്ച എങ്ങനെയായിരുന്നു? നേരെ നിൽക്ക്. അപ്പോൾ നമ്മളിതേ ഇനി അമ്മയ്ക്ക് സാരി എടുക്കാൻ വേണ്ടി പോവാണ്. അമ്മയ്ക്ക് വേറെ എന്ത് സംഭവം, ഞാൻ വേറൊരു വലിയൊരു സംഭവം ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് കറക്റ്റ് ബർത്ത്ഡേ ഓക്കെ. അമ്മയ്ക്ക് സാരി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ടാസ്ക്കുള്ള പരിപാടിയാണ്. എനിക്ക് ഭയങ്കര ടെൻഷനുള്ള പരിപാടിയാണ്. എനിക്കൊന്നും സാരി എടുക്കാൻ എനിക്ക് ടെൻഷനില്ല, പക്ഷെ അമ്മയ്ക്ക് സാരി എടുക്കാൻ എനിക്ക് ഭയങ്കര ടെൻഷൻ. കാരണം അമ്മ സാരി എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സാരിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഐഡിയാസ് ആൾക്കുണ്ട്. തുണീനെ പറ്റിയിട്ടായാലും കളർ കോമ്പിനേഷനായാലും ആൾക്ക് ചേരുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് കോൺസെപ്റ്റുള്ള ഒരാളാണ് അമ്മ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഞാൻ സാരി എടുത്ത് പോകുമ്പോൾ അത് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെയധികം കുറവാവാറാണ് പതിവ്. പിന്നെ ഞാൻ കീത്തുവിനെയും വീഡിയോ കോൾ വിളിച്ചിട്ട് 2 സാരി എടുത്തു. ഈ ഒരു സാരി എടുത്തോട്ടെ. ഈ ഒരു സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിത് വെച്ചിട്ട് വേഗം ഷൂട്ട് ചെയ്യണം. അങ്ങനെ ഒരു അമ്മയ്ക്കിത് ഇഷ്ടമായില്ലെങ്കിൽ ഞാനത് എടുക്കും. അങ്ങനെ ഒരു മൈൻഡിലാണ് ഇത് എടുത്തത് കേട്ടോ. ഒരു കോട്ടൺ സിൽക്ക് സാരി, പിന്നെ നോർമൽ ഒരു സിൽക്ക് സാരിയും, പട്ട് സാരി പോലത്തെ 2 പട്ട് സാരി എന്നെ അങ്ങനെയാണ് എടുത്തത്. ഇത് നല്ല രസമുണ്ട്. നല്ലൊരു റെഡ് കളറുമ്മിലും, ഇത് ബ്ലാക്ക് അല്ല, ഒരു കോഫി ബ്രൗൺ ആണ്. പിന്നെ ഈ ഒരു കളർ അമ്മയുടെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ബാക്കി ഒട്ടുമിക്ക ഷെയ്ഡുകളും അമ്മയുടെയിലുണ്ട്. ഞാനപ്പോൾ ഏട്ടന് ഓരോന്ന് കാണിക്കുമ്പോൾ ഏട്ടൻ പറയും ഇത് അമ്മയുടെയിലുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലല്ലാതെ ഞാൻ അമ്മയുടെ കണ്ടിട്ടുണ്ട്, ഇത് മാത്രം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ കാണിച്ചതല്ല കേട്ടോ, ഇതാണ് ഞാൻ എടുത്തത്. മറ്റേത് കുറച്ചും കൂടെ കടുത്ത കളറല്ലേ, ഇതാണ് ഞാൻ എടുത്തത്. ഈ ഒരു ബിസ്ക്കറ്റ് കളർ, എന്തെങ്കിലും കളർ, ഇതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതേ 2 സാരി എടുത്തു. നിങ്ങൾ 2 മിനിറ്റ് ഇത് കാണുന്നുണ്ടാവുള്ളൂ, പക്ഷെ 2 മണിക്കൂറാണ് ഗൈസ് ഞാൻ അമ്മയ്ക്ക് 2 സാരി എടുക്കാൻ വേണ്ടി അവിടെ ചിലവാക്കിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതേ നമ്മൾ എൻ്റെ പോലെ ഡ്രസ്സ് 2 സാരി എടുത്തു കഴിഞ്ഞു. 2 സാരി എടുക്കാനായിട്ട് 2 മണിക്കൂർ പോകുന്നുണ്ട്. അതെ, ശരിക്കും പറയാം, എനിക്ക് ഏട്ടനും ഇല്ല സാരി ഒന്നും എടുക്കാൻ ഒരു ഐഡിയ ഉണ്ടോ. എന്നിട്ട് എന്താ അവിടെ പോയി നിന്നത്? ഞാൻ എന്ത് കാണിച്ചിട്ടും പറയും എനിക്ക് ഇഷ്ടത്തെടുത്തോ, നിനക്ക് ഇഷ്ടത്തെടുത്ത് പ്രത്യേകിച്ച് ഒരു ഒപ്പീനിയൻ ഇല്ല. അങ്ങനെയുള്ള ആൾക്കാർ വന്നൊന്നും എടുക്കണ്ടേ?
അപ്പോൾ എന്താ പറയുക, ഒരു സാരി എടുത്തിട്ടുണ്ട്, ഒരു കോട്ടൺ സാരി എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി 2 സാരി. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അമ്മയ്ക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല. അമ്മയ്ക്ക് ഇഷ്ടമായാലും അമ്മ ഉടുക്കും എന്തായാലും, ഇഷ്ടമാവാതിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ സാരി നിയറസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്ത് കൊടുത്തിരുന്നു. എന്താണ് ഇപ്പം എന്താ കഴിഞ്ഞിട്ട് വിഷു ആണോ, വിഷുവിന് എടുത്ത് കൊടുത്തിരുന്നു 2 സാരി. പക്ഷെ അത് നോർമൽ ഒരു 2 കോട്ടൺ സാരി എടുത്ത് കൊടുത്ത ആൾക്ക് ഇങ്ങനെ വെഡ്ഡിങ്ങിനൊക്കെ കൊടുക്കാൻ പാകത്തിനുള്ള ടൈപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പം അതും കൂടെ കണക്കാക്കിയിട്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എന്താ പറയുക, ഇനി നമുക്ക് കേക്ക് മേടിക്കണം. രാത്രി ലൈറ്റായിട്ടൊരു കേക്ക് കട്ടിങ് ആണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അത്ര ഗ്രാൻഡ് ആക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നമ്മളെല്ലാവരുടെയും പിറന്നാൾ നമ്മൾ സ്കിപ്പ് ചെയ്യാറില്ലല്ലോ. അതുകൊണ്ട് അമ്മയുടെ പിറന്നാൾ നമുക്ക് സ്കിപ്പ് ചെയ്യാനൊരു മനസ്സ് വരണില്ല. ഞാനിങ്ങനെ പറയാൻ കാരണം നമ്മുടെക്ക് അങ്ങനെ കുറച്ച് പേഴ്സണൽ സിറ്റുവേഷൻസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമുക്ക് പേഴ്സണൽ സിറ്റുവേഷൻസ് അങ്ങനെ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾ എത്ര ഗ്രാൻഡായിട്ട് എല്ലാവരും പിറന്നാൾ നടത്തുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ്, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം, ഒരു ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് റെഡി ആവാണ്. എന്തിനു വേണ്ടിയിട്ട് റെഡി ആവുന്നു? ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി റെഡി ആവുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ഇപ്രാവശ്യം പുറത്ത് പോകണില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകണില്ല. ഫുഡ് വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കഴിക്കണത്. അപ്പം നമ്മൾ എന്താ പറയുക, റെഡി കുറേ കഥകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് റെഡി ആവണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ വീട്ടിൽ ഞാൻ എപ്പോഴും പറയുമല്ലോ 10 ആൾക്കാരുണ്ട്, 10 പേരുടെ പിറന്നാളുണ്ട്, 3 ആൾക്കാരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ട്, ഇതെല്ലാം 12 മാസത്തിൽ വരും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ മാസവും ഇവർക്ക് ആഘോഷങ്ങളായിരിക്കും, അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ എന്താ പറയുക, നമുക്ക് ബർത്ത്ഡേ എന്നൊക്കെ പറയണത് ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നേ പിന്നെയാണ് പിറന്നാൾ ആഘോഷിച്ച് തുടങ്ങിയത്. അതെനിക്കൊരു ഇഷ്ടമായിരുന്നു, ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ചെയ്യണമെന്ന്. അന്ന് തൊട്ട് ഇന്ന് വരെ 8 കൊല്ലമായിട്ടും എല്ലാവരും പിറന്നാൾ ആഘോഷിക്കുന്നുണ്ട്. അത് പറ്റാവുന്നിടത്തോളം കാലം എനിക്കങ്ങനെ ആഘോഷിക്കുക, അതാണ് നല്ലതെന്നാണ് എന്താ പറയുക, ഒരു സന്തോഷമല്ലേ അതൊക്കെ. അപ്പം കേക്ക് മേടിക്കാൻ പോയിട്ടുണ്ട്. കേക്ക് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ അങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ എനിക്ക് ഇന്നലെ കഴിഞ്ഞ പോലെയാണ് തോന്നിയത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, അമ്മയ്ക്ക് നമ്മൾ ഭയങ്കര സർപ്രൈസ് ആയിട്ട് അമ്മയ്ക്കൊരു കമ്മൽ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സന്തോഷമായി, സങ്കടമായി, കരഞ്ഞ്, അങ്ങനെയൊക്കെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ നന്നായിട്ട് ചുരുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, ആഘോഷങ്ങളായിട്ട് നടത്താനുള്ളൊരു മൂഡ് നമുക്കില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു സംഭവം നമുക്കില്ല. അപ്പോൾ അതായത് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളിലൊക്കെയാണ് നടക്കുന്നത്. കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. പിന്നെ ഇപ്പം ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടി ആർക്കും അത്ര സുഖകരമായിട്ട് നടക്കാറില്ല. കാരണം കേക്ക് ഇപ്പോൾ ഇവർക്ക് 3 പേർക്കും കേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ടു യു എന്നാണ് പറയുക. അവർക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. ആരെക്കൊണ്ടും മുറിക്കപ്പത്തുമില്ല. ഇവർ 4 ആളിരുന്നിട്ടാണ് കേക്ക് മുറിക്കാറ്. ചില സമയത്ത് കേക്ക് മുറിക്കുമ്പോഴത്തേനും അത് എന്താ പറയുക, തീറ്റ കഴിച്ചിട്ടുണ്ടാവും ഇവർ. അങ്ങനെയാണ് കേട്ടോ. റെഡിയോ? ആരെ പിറന്നാളോട് എന്താണെന്ന് അറിയാൻ മേല. ഞാനുണ്ടാവില്ല. ക്രീം അവിടെ വെച്ചിട്ട് ഇതെടുക്ക്.
ക്രീം വേണ്ടേ? ക്രീം അവിടെ വെച്ചിട്ട് ഇതെടുക്ക്. കേക്ക് എങ്ങനെയുണ്ട്? അതൊരു കഷ്ണം എല്ലാവരും കൊടുക്കാൻ ഇങ്ങനെ പകുതിയിലേക്ക് കുറച്ചുകൂടെ താത്തിയ പതുക്കെ അല്ലോ അയിലോ ഇങ്ങോട്ട് നോക്കിയേ അച്ഛൻ നോക്കിയേ ഒരു മിനിറ്റ് കേക്ക് വാങ്ങി ഇതിലേക്ക് ഓക്കെ. അമ്മേ അമ്മേ മുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ. അമ്മേ മമ്മി മേക്കപ്പ് ചെയ്യായിരിക്കും. വരൂ ഗിഫ്റ്റ് ചടങ്ങിലാണല്ലോ. കിഴക്കോട്ട് നിന്നിട്ട് വടക്കോട്ട് മുഖം വെച്ചു. അപ്പൊ ഞാൻ മൂത്ത മരുമോള് ചെറിയ ഇതിൽ പറയുമ്പോൾ ജില്ലായിട്ട് പറയുന്നില്ല. ആ കാശിക്കൂട്ടെ കുറച്ചിനെ കൊടുക്കണവന് കാശിമോനെ അച്ഛന്റെ ആഗ്രഹം പോലെ രണ്ടു പോലാണ് അച്ഛൻ രണ്ടു പോൻ പണയം വെക്കാൻ കൊണ്ടുപോകാൻ പറ്റില്ല. മക്കളെ ഇത് എന്താണെന്ന് വിചാരിക്കും. ഇതില് വെക്കണമെന്ന് വിചാരിക്കും. ആക്ച്വലി നല്ല ഭംഗിയുണ്ട്. ഭംഗിയില്ലോ നമ്മള് എന്താണ് ഞങ്ങൾക്ക് ചില സിപ്പിളായി പിന്നെ വലിയ കുട്ടികൾ എന്റെ അമ്മ മറന്നില്ലേ വെറും മിഠായിരിക്കില്ലേ അതൊരു പാക്കറ്റ് കവറിലേക്ക് പോയിട്ട് കൊണ്ട് കൊടുക്കും. ഉണ്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട്. അവർ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പാറ് കൊടുക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പറ്റിക്കാനല്ല പറയാണ്ടിരുന്നത്
നമ്മുടെ മോള് വലുതായിരിക്കണു. അവളെ മറന്നു പോയി ഗിഫ്റ്റ്. അവൾക്ക് ഒരു ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുക്കണം. വിട്ടുപോയത്. അവിടെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ചോക്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു കവറിൽ ഈ കവറിൽ ഇട്ടോ. ബിക്സ് വാരി കളിക്കായിരുന്നു പിള്ളേര്. വേഗം വേഗം വിഷമിച്ചിരിക്കാണ് ഒരുത്തി. എത്തിച്ചു നോക്കണം. എൻ്റെ മോളെ കാര്യം ഞാൻ മറന്നുപോയി. അവളെ കൊണ്ട് ആദ്യം തുടങ്ങി വീടേ ചുരുട്ടിയേക്ക്. പാറുന് കൊടുക്കാനൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കാറില്. അത് മറന്നുപോയില്ലേ? കൊടുക്കട്ടാ. നിങ്ങൾക്കിത് കാര്യം എന്താണെന്ന് മനസ്സിലായോ? നമ്മളെല്ലാ സെലിബ്രേഷനും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പാറുവിന് ഭയങ്കര ആഗ്രഹമാണ് പാറുവിന് എന്തെങ്കിലും കൊടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ ആരെങ്കിലും മേടിച്ചത് പാറുവിനെ കൊണ്ട് കൊടുപ്പിക്കാറേ പതിവ്. പക്ഷേ ഞാൻ പാറുവിനെ കണ്ടുമില്ല, ഞങ്ങൾ മറക്കുകയും ചെയ്തു. പക്ഷേ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മിഠായി എടുത്ത് വെറുതെ കെട്ടിപ്പൊതിഞ്ഞ് കൊടുത്തപ്പോൾ അവൾ സമ്മതിച്ചില്ല ഗൈസ്. അവൾ ഒട്ടും അക്സെപ്റ്റ് ചെയ്തില്ല അത്. അങ്ങനത്തെ കുറച്ച് വാശിയൊക്കെ പാറുവിനുണ്ട്. അപ്പോൾ എന്നോട് അച്ഛൻ പറയുന്നത് മോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം, കാരണം അവളെ നിങ്ങൾ പ്രത്യേകം കൺസിഡർ ചെയ്യണം അങ്ങനെയൊക്കെ. അപ്പോൾ അവളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും അങ്ങനെയൊക്കെ കൊടുപ്പിച്ചു തന്നെ പറയാം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. പൊറോട്ട, ബട്ടർ ചിക്കൻ, പിന്നെ എന്താ ചില്ലി ബീഫ്, ഫ്രൈഡ് റൈസ്. ഇതായിരുന്നു നമ്മുടെ ഫുഡ് എന്ന് പറയണത്. അതേ കടമാക്കാമാർ അത് കൊണ്ട് എടുത്തുകൊണ്ട് ഓടാണ് കേട്ടോ. ഇപ്പം തന്നെ സമയം ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മാത്രമായിട്ട് ഒരു സന്തോഷം അല്ലേ? എന്താ പറയുക, കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കൂടെ ഒരുപാട് സംസാരിച്ച് ഒരുപാട് വർത്താനം പറഞ്ഞു. പക്ഷെ നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കലൊന്നും നടക്കണ കേസല്ല. കാരണം ഞങ്ങൾക്ക് 4 പിള്ളേർക്കും ഫുഡ് കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാനിരിക്കാൻ. അപ്പോഴത്തേനും ഇവിടുത്തെ ആണുങ്ങളൊക്കെ ഇരുന്ന് കഴിച്ചോളും. അങ്ങനെ അവരുടെ കഴിച്ചുകൊണ്ട് ഞങ്ങളിരിക്കുമ്പോൾ അവർ പിള്ളേരെ നോക്കും. അങ്ങനെയൊക്കെയാണ് പോണത്. അപ്പോൾ നമ്മുടെ അമ്മയുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ അടിപൊളിയായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.